ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ജിജിറ്റ് ഓഡിയോ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു യുണീക് UC46 എന്നൊരു മോഡല് LED പ്രൊജക്ടർ സർവീസ് കംപ്ലൈന്റ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതൊന്ന് സർവീസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ അതിൽ കംപ്ലൈന്റ് എന്താണെന്നും അതെങ്ങനെയാണ് സർവീസ് ചെയ്യുന്നതെന്നുള്ള നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ IC-കളെ കുറിച്ചുള്ള വീഡിയോസ് പുറകെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഈ ഒരു വീഡിയോയിലേക്ക് ഇതാണ് യുണീക് 46 എന്ന LED പ്രൊജക്ടർ. ഇത് അത്ര കോസ്റ്റ്ലി ഒന്നുമല്ല, ചൈന മെയ്ഡ് ആണ്. ഒരു 6000 ബഡ്ജറ്റിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഇതിനകത്ത് വൈഫൈ ഉപയോഗിച്ച് നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ AVI, പിന്നെ HDMI, USB എന്നിവയൊക്കെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ VGA കണക്ടിവിറ്റി ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് ഒരു കമ്പ്യൂട്ടർ മോണിറ്ററിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സൗണ്ട് എല്ലാം കൃത്യമായി വരുന്നുണ്ട്, പക്ഷേ ഡിസ്പ്ലേ പ്രൊജക്റ്റ് ആവുന്നില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ ലെൻസിലൂടെ നോക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ ചെറുതായിട്ട് ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ LED ലാമ്പ് പോയതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഇതിൻ്റെ അടിവശത്തായി കാണുന്ന 5 സ്ക്രൂകൾ അഴിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ബോഡി സെപ്പറേറ്റ് ആവുന്നതാണ്. ഇതിൻ്റെ സ്ക്രൂ എല്ലാം നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് UC46 പ്രൊജക്ടറിൻ്റെ ഉൾവശം. ഇത് നമുക്ക് LED ഇരിക്കുന്ന ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഈ പ്ലാസ്റ്റിക് കവർ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ടൊരു 3 സ്ക്രൂ ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഒരു ഡിസ്പ്ലേയിലേക്ക് പോകുന്ന ആ ഒരു കേബിളൊക്കെ ഇതിനകത്ത് ഉണ്ട്. നമ്മളത് ശ്രദ്ധിച്ചിട്ട് വേണം അഴിച്ചെടുക്കാൻ. ഓക്കെ, അങ്ങനെ അഴിച്ചിട്ട് പതുക്കെ നമ്മളതിനെ റിമൂവ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഇതാണ് അതിൻ്റെ ഉൾവശം. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ബോർഡും കൂടി ഇത് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്, കാരണം അതിന് അടിവശത്തായിട്ടാണ് ഈ ഡിസ്പ്ലേ ഇരിക്കുന്നത്. ഓക്കെ, വളരെ ശ്രദ്ധിച്ച് നമുക്കിത് അഴിച്ചെടുക്കാം. അപ്പോൾ ഇതിന് സ്ക്രൂ എല്ലാം അഴിച്ചെടുത്തിട്ട് ഇനി പതുക്കെ ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. ഓക്കെ, ഇനി അതിൻ്റെ അടിയിലായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കൂടി കാണുന്നുണ്ട്. 3 സ്ക്രൂ ആണ് അതിനകത്തുള്ളത്. അപ്പോൾ ഈ 3 സ്ക്രൂവും നമ്മൾ അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. 2 നേർക്കും പിന്നെ വലത് സൈഡിലായിട്ടൊരു സ്ക്രൂവും കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പതുക്കെ അഴിച്ചെടുക്കാം. എന്നിട്ട് ഈ പ്ലാസ്റ്റിക് കവർ മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതിനടിയിലായിട്ട് കാണുന്ന അതിൻ്റെ റിഫ്ലക്ടർ കൂടിയുണ്ട്, ഈ LED ലാമ്പിൻ്റെ റിഫ്ലക്ടർ. അപ്പോൾ ഇത് നമ്മൾ 2 സ്ക്രൂ ആണ് അതിലുള്ളത്. അതുകൂടി ശ്രദ്ധിച്ച് അഴിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ പതുക്കെ ശ്രദ്ധിച്ചെടുക്കണം, അതിൻ്റെ കേബിളുകളൊന്നും പൊട്ടാതെ നോക്കണം. ഓക്കെ, ഇതാണ് അതിൻ്റെ റിഫ്ലക്ടർ. ഓക്കെ, ഇനി അതിൻ്റെ അടിയിലായിട്ട് കാണുന്നതാണ് നമുക്ക് LED എന്ന് പറഞ്ഞാൽ. അത് അഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ സ്ക്രൂ ഇരിക്കുന്നത്. അത് അഴിച്ചെടുക്കുക. അപ്പോൾ അത് ലൂസ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, കേബിള് ഒക്കെ ശ്രദ്ധിക്കണം എപ്പോഴും. ഇതാണ് UC46 പ്രൊജക്ടറിൻ്റെ LED ലാമ്പ്. ഓക്കെ, വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ അഴിച്ചെടുക്കാൻ. അപ്പോൾ എനിക്കൊരു സ്പെയർ ഇതിൻ്റെ കിട്ടിയിട്ടുണ്ട്. ഇത് അയച്ചു തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തുള്ളൊരു സുനിൽകുമാർ എന്ന് പറഞ്ഞ ചേട്ടനാണ്. പുള്ളി ഒരു KSRTC ജീവനക്കാരനാണ്. പുള്ളിയുടെ പ്രൊജക്ടർ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു, നിലത്തെങ്ങാണ്ട് വീണിട്ട്. അപ്പോൾ അതിൽ നിന്നും പുള്ളി അഴിച്ചിട്ട് കൊറിയർ വഴി അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളി വർക്കിംഗ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഇവിടെ കാണുന്ന 2 വയറുകൾ നമുക്ക് ഡീസോൾഡർ ചെയ്യാം. എന്നിട്ട് അതിലേക്ക് സ്പെയർ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡീസോൾഡർ ചെയ്തെടുക്കാം. ശ്രദ്ധിച്ച് ചെയ്യുക. ഇതാണ് ആ സ്പെയർ. നമുക്കിത് ഇതിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ LED ലൈറ്റ് ഒന്ന് മാറ്റി സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോഴാണത് പവർ ഓൺ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മൾ ഡയറക്റ്റ് നോക്കരുത്. ഭയങ്കര പവർഫുള്ളാണ് ഈ ലൈറ്റ്. അപ്പോൾ നമ്മൾ കണ്ണ് ഡാമേജ് ആക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഡയറക്റ്റ് നോക്കാതെ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ അത് ഓൺ ചെയ്തു. ഞാനത് വർക്കിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഓൺ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി ഓഫ് ചെയ്തു. ഇനി അത് സെറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു വൈറ്റ് പീസ് ഉണ്ട്. ഇതൊരു തെർമൽ സ്വിച്ചാണ്. അതായത് ഓവർ ടെമ്പറേച്ചർ ആകുമ്പോൾ കട്ട് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്വിച്ചാണ്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു LEDൻ്റെ അടിയിലായിട്ട് വരുന്ന വിധത്തിൽ അവിടെ ഒരു സ്പേസ് ഉണ്ട്. അതിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫിക്സ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അത് ഫിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അടിയിലാണ് ഇതിൻ്റെ സ്ക്രൂ ഉള്ളത്. സ്ക്രൂ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുക. LED ലാമ്പിൻ്റെ ലൈറ്റിനെ ഡിസ്പ്ലേ സ്ക്രീനിലേക്ക് കറക്റ്റായിട്ട് സ്പേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു റിഫ്ലക്ടർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് LED ലാമ്പിൽ അടുത്തായിട്ട് തന്നെ ഇത് ഫിറ്റ് ചെയ്യുക. 2 സ്ക്രൂകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യുക. ഓവർ ടൈറ്റ് ആവരുത്. ഓവർ ടൈറ്റ് ആയിക്കഴിഞ്ഞാൽ അത് ത്രെഡ് ഡാമേജ് ആവുന്നതാണ്.
ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ പ്ലാസ്റ്റിക് അതിൻ്റെ കവറിങ് LED കവറിങ് ഒന്ന് നമുക്ക് ഫിറ്റ് ചെയ്യാം. 3 സ്ക്രൂവാണ് ഇവിടെ ഉള്ളത്. 3 സ്ക്രൂ നമുക്ക് പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ബോർഡും മറ്റും ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് അറിയാൻ പറ്റി. ഓക്കെ, പവർ ഓൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഡിസ്പ്ലേ ഭാഗങ്ങളൊക്കെ ഓക്കെയാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ബോർഡ് ഇതിലേക്ക് സ്ക്രൂ ചെയ്ത് വെക്കാം. വളരെ ശ്രദ്ധിച്ച് വെക്കുക, ഓവർ ടൈറ്റ് ആവരുത്. ഇതിൻ്റെ ഡിസ്പ്ലേ സെക്ഷനിൽ പൊടിയും മറ്റും കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കവറാണ്. അതിൻ്റെ ലെൻസും മറ്റും കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അത് സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യാം. ഇനി അതിൻ്റെ മെയിൻ കവർ കൂടിയേ നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളൂ. അതും കൂടി ആയിക്കഴിഞ്ഞാൽ ആൾമോസ്റ്റ് ഫിനിഷായി. ഇതതിൻ്റെ വൈഫൈൻ്റെ ഒരു ആൻറ്റിന പോലെയുള്ളതാണ്. അത് കറക്റ്റായിട്ട് വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ മെയിൻ ബോഡിയിലുള്ള മെയിൻ സ്ക്രൂകളെല്ലാം ഫിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാം. നമുക്കിതിൻ്റെ ഇവിടുത്തെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ടെന്നു. ഓക്കെ, നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേ അത്യാവശ്യം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. നമ്മൾ ഇൻപുട്ട് സെലക്ഷൻ എടുക്കുക. അപ്പോൾ അതിൽ USB, AV ഇൻ, അതുപോലെ തന്നെ HDMI, പിന്നെ SD കാർഡ്. നമ്മൾ SD കാർഡുള്ള ഓപ്ഷൻ ഇതിനകത്തിട്ട്, അതുപോലെ തന്നെ RGB നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീൻ ഇതിൽ കണക്ട് ചെയ്യാം. പിന്നെ ലിങ്ക് എന്ന് കാണാം. ആ ലിങ്ക് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ സ്ക്രീൻ കാണാം. അതായത് എന്താ പറയുക, E12C41 എന്നാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നമ്മുടെ മൊബൈലിൽ അത് കോൺഫിഗർ ചെയ്യണം. എന്നാലാണ് അത് നമുക്ക് കാണുള്ളൂ. ഓക്കെ, അപ്പോൾ അത് മൊബൈൽ എങ്ങനെ കോൺഫിഗർ ചെയ്യണം നോക്കാം. അപ്പോൾ നമ്മൾ മൊബൈലിൽ നേരെ സെറ്റിങ്സിലാണ് പോകേണ്ടത്. ഇതെൻ്റെ റെഡ്മി ഫോണാണ്. ഓരോ ഫോണിലും വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ റെഡ്മി ഫോണിലെ സെറ്റിങ്സ് ഞാൻ പറഞ്ഞുതരാം. അതിൽ മോറിൽ പോയിട്ട് കാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ കാസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇത് കാസ്റ്റ് സ്ക്രീന് ഓൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇത് ഓൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടേൺ ഓൺ, നമ്മുടെ വൈഫൈ ഓൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓൺ ചെയ്യുക. അപ്പോൾ അടുത്ത് ഈ ലിങ്ക് നമ്മൾ ഇതിനകത്തുള്ള ലിങ്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് സമയം എടുക്കും നമ്മളത് കോൺഫിഗർ ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്തൊരു സിമ്പിൾ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഓക്കെ, ഇപ്പം നമ്മുടെ സ്ക്രീൻ അതിലേക്ക് ഷെയർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഞാനിപ്പോൾ എൻ്റെ ചാനൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനൽ തന്നെയാണ്. ഓക്കെ, അപ്പം ഞാനിതിലൊരു വീഡിയോ പ്ലേ ചെയ്യാൻ നേരിട്ടാണ്. ഇവിടെ റേഞ്ചിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ സ്ക്രീന് എങ്ങനെയാണ് മിറർ ചെയ്യണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീന് അതിലേക്ക് മിറർ ചെയ്യാൻ പറ്റും. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു ക്ലാരിറ്റി ഉണ്ട്. പക്ഷെ പകൽ വെളിച്ചത്തിൽ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ ലാമ്പ് ചേഞ്ചിങ് ഒക്കെ വർക്കിംഗ് ആണ്. പിന്നെ ഒരു പ്രശ്നമുള്ളത് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു ലൈൻ വന്നിട്ടുണ്ട്. അത് ആ പഴയ ഇതായതുകൊണ്ടായിരിക്കാം. ഓക്കെ, വേറെ പ്രത്യേക കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതൊരു വീഡിയോ വെച്ചത് എല്ലാവർക്കും നന്ദി. നമ്മുടെ അടുത്ത IC-കളെ കുറിച്ചുള്ള വീഡിയോ ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്